സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന ഭിന്നതകളാണ് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നത്. താരങ്ങൾക്കെതിരെ അടക്കം നിലപാടെടുത്ത് ജൂൺ 1 മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ച വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെ തള്ളിക്കൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നത്. സുരേഷ് കുമാറിന്റെ അഭിപ്രായങ്ങൾ ബാലിശവും അപക്വവുമാണെന്ന് ആന്റണി പെരുമ്പാവൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഘടനയെ പ്രതിനിധീകരിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഭൂരിപക്ഷം അംഗങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചു വേണം. 100 കോടി ക്ലബ്ബിൽ കയറിയ മലയാള സിനിമകളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് സുരേഷ് കുമാർ. ഇത് ശരിയല്ല. നടൻ സിനിമ നിർമ്മിച്ചാൽ അത് പ്രദർശിപ്പിക്കില്ലെന്ന് സുരേഷ് കുമാർ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആന്റണി ചോദിക്കുന്നു. നിക്ഷിപ്ത താൽപര്യക്കാരുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോയി. എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല. പ്രസിഡന്റ് ആന്റോ ജോസഫിനെ പോലെയുള്ള മറ്റു ഭാരവാഹികൾ സുരേഷ് കുമാറിനെ തിരുത്തണമെന്നും സമരം ഗുണകരമാകില്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് മറ്റു ചില താരങ്ങളും രംഗത്തു വന്നു. പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ് തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു. എന്നാൽ സമരം തീരുമാനിച്ചത് സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ലെന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുടെ വാദം. സംഘടനകൾ കൂട്ടമായി തീരുമാനിച്ചതാണെന്നാണ് അവർ പറയുന്നത്. ഇത് ജി സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. ആദ്യം അത് മനസ്സിലാക്കുക. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. അത് മാത്രമല്ല, അതിനുശേഷം ചേംബറിന് കത്ത് നൽകി, പിന്തുണ നേടി. തിയേറ്റർ ഉടമകളുടെ പിഒക് സംഘടനയുടെ പ്രസിഡന്റിനെ വിളിച്ചിരുത്തി, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഭാരവാഹികളെ വിളിച്ചിരുത്തി. എന്നിട്ടല്ലേ പ്രഖ്യാപിച്ചേ? മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുമായി ഏറെ അടുപ്പമുള്ള സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ പ്രശ്നം സങ്കീർണമാണെന്ന് വ്യക്തം. നിർമ്മാതാക്കളുടെ സംഘടന പിളർപ്പിലേക്ക് നീങ്ങുമോ എന്നതാണ് ചോദ്യം. GSTക്കൊപ്പമുള്ള വിനോദ നികുതി കുറയ്ക്കണമെന്നാണ് നിർമ്മാതാക്കളടക്കമുള്ള സംഘടനകളുടെ ആവശ്യം. ഷൂട്ടിംഗും സിനിമാ പ്രദർശനവും ഉൾപ്പെടെ സിനിമാ മേഖല സ്തംഭിപ്പിച്ചാണ് സമരം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.